ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ UK ജനിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് ആർക്കെങ്കിലും ഒരാൾക്ക് ILR കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ കുട്ടി UK ജനിച്ചതായിരിക്കണം. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയ ആണ് വേണ്ടത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് 2 റെഫറി വേണം ഇത് ചെയ്യുമ്പോൾ. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യുമ്പം പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ലിങ്കിൽ പോകുന്ന ഉടനെ വരുന്ന പേജ് ഇതാണ്. ആ പേജിൽ തന്നെ നമുക്ക് താഴോട്ട് നീക്കുമ്പോൾ എൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്, ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞ് താഴേക്ക് നീക്കുമ്പോൾ അപ്ലൈ നൗ ഉണ്ട്. അപ്ലൈ നൗ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ യുവർ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ആർ യു ഇൻ ദ UK? നമ്മൾ UK നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ യെസ് പ്രസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തായിട്ട് നമ്മളൊരു ഇമെയിൽ ID രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന് കുട്ടിയുടെ ഇമെയിൽ ID ഇല്ല എന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഇമെയിൽ ID കൊടുക്കുക. നമ്മൾ കൊടുത്ത ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകുന്നുണ്ട്. അപ്പം ആ മെയിലിൽ പോയിട്ട് ലിങ്കിൽ പ്രസ് ചെയ്ത് നമ്മളത് കൺഫേം ചെയ്യണം. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സ് ആരുടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് പേരൻറ്റിൻ്റെ ആയ കാരണം സമ്മൺ എൽസ് എന്നാണ് കൊടുത്തത്. ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോയാണ് പ്രസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കൊടുത്ത ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. അതായത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം. കൺസിഡറേഷൻ അണ്ടർ ബ്രിട്ടീഷ് നാഷണാലിറ്റി ആക്ട്, യു വെയർ ബോൺ ഇൻ ദ UK ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൻ്റെ അടിയിലുള്ള ഓപ്ഷനിൽ വൺ ഓർ ബോത്ത് യുവർ പേരൻസ് ആർ സെറ്റിൽഡ് ഇൻ ദ UK അതാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ പേരൻസ് ആരെങ്കിലും കുട്ടിയുടെ കൂടെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോയാണ് ഞാൻ പ്രസ് ചെയ്തത്. നെക്സ്റ്റ് ആയിട്ട് സെറ്റിൽഡ് സ്റ്റാറ്റസ് ഇൻ UK, അത് നമ്മൾ കുട്ടിയുടെയാണ് അവർ ചോദിക്കുന്നത്. നോയാണ് പ്രസ് ചെയ്തത് ഞാൻ. നെക്സ്റ്റ് പേജിൽ നെയിമും ഫാമിലി നെയിമും ഒക്കെയാണ് കൊടുക്കേണ്ടത്. അതെല്ലാം ID നോക്കി കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ എനി അതർ നെയിംസ് ചോദിക്കുന്നു. വേറെ പേരൊന്നും ഇല്ലാത്ത കാരണം നോ പ്രസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. നെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ ഇമെയിൽ ID ആണ് ചോദിക്കുന്നത്. ഇപ്പം ഇല്ല എന്നുള്ള ഓപ്ഷൻ ഞാൻ ടിക്ക് ചെയ്തിട്ട് പേരൻസിൻ്റെ ഒരാളുടെ ഇമെയിൽ ID ആണ് അവിടെ കൊടുത്തത്. നെക്സ്റ്റ് പേജിൽ അവർ ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് കുഞ്ഞിൻ്റെയാണ് ചോദിക്കുന്നത്. അപ്പം ഐ കനോട്ട് ബി കോണ്ടാക്റ്റഡ് ബൈ ടെലിഫോൺ എന്നുള്ള ഓപ്ഷൻ ഞാൻ ടിക്ക് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് പ്രീവിയസ് അഡ്രസ്സ്, ഇത് കുട്ടിയുടെ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ അഡ്രസ്സാണ് അവർ ചോദിക്കുന്നത്. കുട്ടിക്ക് 5 വർഷം ആകാത്ത കാരണം നമുക്ക് കൊടുക്കാനില്ല. അപ്പോൾ ഞാൻ വൈഫിൻ്റെ അഡ്രസ്സാണ് അവിടെ ഫില്ല് ചെയ്തത്, 5 വർഷത്തെ. അഡീഷണൽ പ്രീവിയസ് അഡ്രസ്സ് യെസ് കൊടുത്തിട്ട് ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ അഡ്രസ്സാണ് കൊടുത്തു. അല്ലാതെ അത് മുമ്പോട്ട് പോകത്തില്ലായിരുന്നു, അത് കാരണം അങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്. കുട്ടിക്ക് നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഇല്ല, ഐ ഡു നോട്ട് ഹാവ് എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തത്. പിന്നെ പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ്റെ ഡീറ്റെയിൽസാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പേരൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ
പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഒരാളുടെ കഴിയുമ്പം നെക്സ്റ്റ് പേരൻറ്റിൻ്റെ 2 പേരുടെയും ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 ഫില്ല് ചെയ്യുക. നെക്സ്റ്റായിട്ട് പേരൻസ് ലീഗലി മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ യെസ് പ്രസ് ചെയ്തേ. നെക്സ്റ്റായിട്ട് പേരൻസിൻ്റെ മാരേജിൻ്റെ ഡേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ബയോളജിക്കൽ പേരൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റായിട്ട് റെസിഡൻസി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ യുണൈറ്റഡ് കിങ്ഡം ഓർ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയിലാണോ എന്ന് ചോദിക്കുന്നു. യെസ് കൊടുത്തു. ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഏത് കൺട്രിയിലായിരിക്കും താമസിക്കുന്നത്, യുണൈറ്റഡ് കിങ്ഡം എന്നുള്ള സെലക്ട് ചെയ്തത്. ആർ യു റിലൈയിങ് ഓൺ യുവർ പേരൻറ്റ്സ് പെർമനൻറ്റ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അതിന് യെസ് ആണ് കൊടുത്തത്. എന്നിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, പേരൻറ്റിൻ്റെ PR പ്രൊവൈഡ് ചെയ്യാമെന്ന് യെസ് ഞാൻ പ്രസ് ചെയ്തു. പിന്നെ വേണ്ടതാണ് റഫറി ഡീറ്റെയിൽസ്. 2 റഫറിയുടെ ഡീറ്റെയിൽസാണ് വേണ്ടത്. റഫറി 2 പേരും ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നാൽ നല്ലതാണ്. അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് വേണം നമുക്ക്. അവരുടെ അഡ്രസ്സ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ഇമെയിൽ ID, അവരുടെ ടെലിഫോൺ നമ്പർ, അതുപോലെ തന്നെ അവരുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് നമ്പർ. ഇത്രയും ഡീറ്റെയിൽസ് അവരുടെ നിന്ന് നമ്മൾ വാങ്ങിച്ച് അതെല്ലാം ഫില്ല് ചെയ്യണം. ഈ റെഫറിക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റെഫറിയെ സെലക്ട് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഒന്ന് കുട്ടിയെ നോക്കി നേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. നെക്സ്റ്റായിട്ട് ഇമിഗ്രേഷൻ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അതർ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാനുണ്ടോ എന്ന്. അപ്പം ഞാനത് യെസ് പ്രസ് ചെയ്തിട്ട് മദർ ഹാവ് PR, അതോ അതിൻ്റെ നമ്പറും എന്നാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. റെസ്പോൺസിബിൾ അഡൽട്ട് ഫോർ ബയോമെട്രിക്സ്. ഇത് നമ്മൾ ബയോമെട്രിക്സിന് പോകുന്ന ഉടനെ ആരാണ് കുട്ടിയെ കൊണ്ട് പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റായിട്ട് അവർ ചോദിക്കുന്നത് ബയോമെട്രിക്സിൻ്റെ ഡീറ്റെയിൽസാണ്. അത് കുട്ടിയുടെ ബയോമെട്രിക്സ് കാർഡ് ഉണ്ടായിരുന്നു നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാനിവിടെ ഫില്ല് ചെയ്തത്. എക്സ്പയറി ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ്, ആ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തു. നെക്സ്റ്റായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുട്ടിയുടെ പാസ്പോർട്ട്, കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ ILRൻ്റെ ഡീറ്റെയിൽസ്, പേരൻറ്റ് കൺസെൻറ്റ് ഒരു ഫോമുണ്ട്. അതിൽ 2 പേരും സൈൻ ചെയ്യണം. ഫോം ഇതിനകത്തൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എൻ്റെ കാണിച്ചു തരാം. അതുപോലെ തന്നെ പേരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, 2 റെഫറി ഉണ്ടായിരുന്നല്ലോ, അവരുടെ 2 പേരുടെയും ഡിക്ലറേഷന് അവരുടെ സൈൻ വേണം നമുക്ക്. അപ്പം അത് അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് ആ 2 ഫോം, പിന്നെ കുട്ടിക്ക് BRP ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയുടെ BRP. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് UK നിന്ന് കിട്ടിയ, നമ്മുടെ കൗൺസിലിൽ നിന്ന് കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റാണ്, മാറിപ്പോകരുത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫീ വേവിയർ കിട്ടിയായിരുന്നോ എന്ന്. അത് ഞാൻ നോയാണ് കൊടുത്തത്. പിന്നെ ലാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ഞങ്ങൾക്ക് വന്നത് 1214 pounds ആയിരുന്നു. അത് പേ ചെയ്തു. പിന്നെ ഡിക്ലറേഷൻ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതിന് വന്നിട്ട് പ്രയോറിറ്റി സർവീസ് ഒന്നും ഇല്ല, ഒരു സ്റ്റാൻഡേർഡ് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പേയ്മെൻറ്റിന് ശേഷം നമ്മൾ ഇതുവരെ ഒരു തേർഡ് പാർട്ടി സൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാണ് ആ തേർഡ് പാർട്ടി സൈറ്റ്, TLS കോൺടാക്റ്റ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് നോക്കാം. ലൈഫ് ഇവൻ്റ് എന്നുള്ളിടത്താണ് UK ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. എവിഡൻസ് ഓഫ് റെസിഡൻസ് എന്നുള്ളിടത്ത് BRP അപ്ലോഡ് ചെയ്തു. പിന്നെ അതർ ഡോക്യുമെൻറ്റ്സിനകത്ത് കുഞ്ഞിൻ്റെ പാസ്പോർട്ട്, അമ്മയുടെ BRP, ILRൻ്റെ BRP, പേരൻറ്റ് കൺസെൻറ്റ്, റെഫറി 2 പേരുടെ റെഫറിയുടെ ഡിക്ലറേഷന്, മാരേജ് സർട്ടിഫിക്കറ്റ്,
അതുപോലെ തന്നെ PR ഹോം ഓഫീസിൽ നിന്നൊരു മെയിൽ വന്നായിരുന്നല്ലോ നമുക്ക് PR ഡിസിഷൻ വെച്ചിട്ട്. അപ്പോൾ ആ മെയിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അതും കൂടെ അറ്റാച്ച് ചെയ്തു. അതുപോലെ തന്നെ ഈ സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബയോമെട്രിക്കിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റിന് കിട്ടുന്ന ഒരു QR കോഡുണ്ട്, അത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം. ഇതാണ് പേരൻറ്റ് കൺസെൻറ്റ്. ഇതിനകത്ത് ഫസ്റ്റ് പേജിൽ പേരൻസ് രണ്ടുപേരും സൈൻ ചെയ്യാനുണ്ട്. സെക്കൻഡ് പേജും തേർഡ് പേജും നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.